വിശ്വസിക്കുന്നു. അപ്പോൾ ആ പോർട്ടൽ ഉപയോഗിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ട്. ആ ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചില ഒരുപാട് ഡൗട്ട്സുകളുണ്ട്. കാര്യം ഞാനിത് പോർട്ടൽ ചെയ്ത സമയത്ത് എങ്ങനെയാണ് ഇതിനകത്തുള്ള വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന് എനിക്ക് നല്ലതായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു വിഷമം എങ്ങനെ അത് മാറ്റിയെടുക്കാം ഒരു പരിധി വരെ ഇൻ ഫ്യൂച്ചർ. കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പോർട്ടൽ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്. ഞാൻ കമ്പനി ജോയിൻ ചെയ്ത സമയത്ത് 1985 ജോയിൻ ചെയ്ത സമയത്ത് ഇത് ഡെവലപ്മെന്റ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ഞങ്ങളുടെ ഓഫീസുകളിൽ 14 പേര് 15 പേര് എന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അത് മാറി ഇപ്പോൾ ഒരു ഓഫീസിൽ ആകെ 2 പേര് തന്നെ കൂടുതൽ മിച്ചമാണ്. അത് തന്നെ ചിലപ്പോൾ ഒരാൾക്ക് ലീവ് എടുക്കാൻ മേലാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഏജൻസിന്റെ എണ്ണവും കൂടി, ബിസിനസിന്റെ എണ്ണവും കൂടി. പക്ഷെ കമ്പനിയുടെ ഓരോ ലൈൻ ഓഫ് തോട്ട് ഈ രീതിയിലാണ് പോകുന്നത്. ഏജൻസിനെ ഡെവലപ്പ് ചെയ്യുക, ഏജൻസ് ത്രൂ പോയി ബിസിനസ് ക്യാൻവാസ് ചെയ്യുക. അതുവഴി കമ്പനിക്ക് നേട്ടം ഉണ്ടാവുക, ഏജൻസിനും നേട്ടം ഉണ്ടാവുക. കാരണം ഫിംഗർ ടിപ്സിൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മൊബൈൽ വഴിയാണേലും ലാപ്ടോപ്പ് വഴിയോ PC വഴിയോ ആണേലും നമുക്കിത് ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, ഏറ്റവും നല്ല നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞാൽ യു ഷുഡ് ഹാവ് എ ലാപ്ടോപ്പ് ഇൻ യുവർ കസ്റ്റഡി ടു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാര്യം അതിനകത്ത് എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യാം, പല ഡേറ്റാസ് സ്റ്റോർ ചെയ്യാം, ഫോട്ടോസ് സ്റ്റോർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വാട്സപ്പിനകത്താണേലും എങ്ങനെയാണേലും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഒരു ലാപ്ടോപ്പ് വേണമെന്നുള്ള. മൊബൈൽ ഓഫ് കോഴ്സ് ചില കാര്യങ്ങൾക്കൊക്കെ മൊബൈലിനകത്ത് ഈ ആപ്പുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് മൊബൈൽ വഴി നമുക്ക് പോളിസി ജനറേറ്റ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നിങ്ങളെല്ലാവരും ഈ ഒരു സാധനം മൊബൈൽ ഒരു ലാപ്ടോപ്പ് നിങ്ങൾ കരുതി വെക്കണം എന്ന അഭ്യർത്ഥനയോടുകൂടി ആദ്യമായി നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഓറിയന്റൽ ഇൻഷുറൻസിൻ്റെ വെബ് പോർട്ടൽ ഏജൻസിനെ എങ്ങനെ ഗുണകരമാക്കാം എന്നുള്ള ഒരു ക്ലാസ് ആദ്യമേ തുടങ്ങുകയാണ്. ഇതാണ് ആദ്യമേ ലോഗിൻ ചെയ്ത പേജ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ആ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത് ഒരു പുതിയ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ആണ്. പുതിയ വാഹനം എങ്ങനെ നമുക്ക് ഒരു പോർട്ടൽ വഴി എടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ബൈ പോളിസി. ഇപ്പം ഞാനൊരു 4 വീലർ ന്യൂ വെഹിക്കിളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ബ്രാൻഡ് ന്യൂ വെഹിക്കിൾ അവിടെ ക്ലിക്ക് ചെയ്യുക, ഗെറ്റ് കോട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾക്ക് ഇതിനകത്ത് വരാനുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമേ വേണ്ടത് ഒരു മിനിറ്റ് ഇൻവോയ്സ് വേണം. ആ ഒരു ഇൻവോയ്സ് നമ്മൾ ആദ്യം എടുക്കുക. ആ ഇൻവോയ്സിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് കാണുന്നതെന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഇൻവോയ്സ് അത്യാവശ്യമാണ്, അല്ലേ? ഒരു വാഹന ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇൻവോയ്സ് നമുക്ക് വളരെ അത്യാവശ്യമുള്ളതാണ്. അപ്പം ഈ ഇൻവോയ്സ് പ്രകാരം, ഞാൻ എടുത്തിരിക്കുന്ന ഇൻവോയ്സ് പ്രകാരം, ഇത് ചങ്ങനാശ്ശേരിയിലുള്ള ഒരു വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ആണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അതിൽ ഒരു മഹീന്ദ്രയുടെ XUV വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ഇൻവോയ്സ് ആണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ പോർട്ടൽ വഴി ചെയ്യാമെന്നുള്ളത് കാണിക്കാം. ഇതിന് ഇൻവോയ്സിൽ ആദ്യം അഡ്രസ്സ് കൊടുത്തിരിക്കുന്ന വാഴപ്പള്ളി പടിഞ്ഞാറ്, കോട്ടയം, കേരള 686103, അതായത് ചങ്ങനാശ്ശേരിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇത് വെഹിക്കിൾ ഡീറ്റെയിൽസിനകത്ത് കോട്ട് കൊടുക്കുമ്പോൾ ചൂസ് ആൻ RTO നെയിം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ RTO നെയിമാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിന് നിങ്ങൾ അവിടെ നിങ്ങളുടെ ഏരിയയിൽ തിരുവനന്തപുരം ആയിരിക്കും, ഇവിടെ ഞാൻ ചങ്ങനാശ്ശേരിയാണ്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ RTO കോഡ് അടിച്ചു കൊടുത്താൽ മതി. KL01 അടിച്ചു കൊടുത്താൽ മതി.
കണ്ടില്ലേ, KL01 ആദ്യമേ വന്നു. ഒരു കോട്ടയം KL05 ആണ്. എനിക്ക് ചങ്ങനാശ്ശേരി ആയപ്പോൾ KL33 ആണ്. അപ്പോൾ അത് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് RTO കോഡ് കിട്ടി. ഇനി കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ ഫ്യൂവൽ ഏത് ടൈപ്പ് ഫ്യൂവൽ ആണെന്നുള്ളത് ഇത് ഞാൻ മിനിമൈസ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി മഹീന്ദ്ര XUV 700AX ഡീസലാണ്. അപ്പോൾ ഡീസൽ എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്തു. അടുത്ത സ്റ്റേജിലോട്ട് പോവുകയാണ്. അന്നേരം എന്താണ് ഇവിടെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ സെർച്ച് ബൈ ബ്രാൻഡ് മോഡൽ വേരിയൻറ്റ്, ഏത് മോഡല് ഏത് വണ്ടിയുടെ ഏത് വാഹനത്തിൻ്റെ വേരിയൻ്റ് ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പം ഇതിനകത്ത് മഹീന്ദ്ര XUV 700AX7 അങ്ങനെ തന്നെ നമ്മൾ ഇവിടെ നമുക്കറിയാമെങ്കിൽ അവിടെ അടിച്ചു കൊടുക്കുക. ക്യാപിറ്റൽ ലെറ്ററിൽ MAHINDRA XUV 700 ഇത് ഇത്ര അടിച്ചു കൊടുക്കുക കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള വേരിയന്റ് ഇവിടെ നമുക്ക് കാണിച്ചു വരും. കണ്ടോ, ഇതില് 7 സീറ്റർ മാനുവൽ, ഇതാണ് മാനുവൽ. ഓട്ടോമാറ്റിക് വണ്ടിയല്ല. കണ്ടിന്യൂ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇൻവോയ്സ് നമ്മുടെ കയ്യിലുണ്ടല്ലോ, നമ്മൾ എഴുതിയെടുക്കുകയാണെങ്കിൽ പേപ്പറിൽ എൻജിൻ നമ്പറും ചേസിസ് നമ്പറും നിങ്ങൾ എഴുതിയെടുക്കുക. അപ്പോൾ ഇതിനകത്ത് അത് നമുക്ക് അടിച്ചു കൊടുക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിലേ നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ. എൻജിൻ നമ്പർ അടിച്ചു കൊടുക്കുകയാണേ. ZSS 4A 8443 ചേസിസ് നമ്പർ MA1 NE 2Z SAS 6B 52632 ചേസിസ് നമ്പർ നമ്മൾ അടിച്ചു. അടുത്തത് കണ്ടിന്യൂ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു മെസ്സേജ് വരുന്നുണ്ട്, അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുക. പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ ഉണ്ടോ എന്ന് ചോദിക്കും. യെസ് കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. 2026 മോഡൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. 25 മോഡൽ വണ്ടിയാണെങ്കിൽ 25 ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ 2026 ആണ്. കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ ഒന്നും നമ്മൾ ചെയ്യാനില്ല. ക്ലെയിമിൻ്റെ പ്രീവിയസ് പോളിസി ഒന്നും കൊടുക്കണ്ട. ഹൈപ്പോത്തിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് അവിടെ ഇവിടെ യെസ് ബാങ്കിൻ്റെ ഹൈപ്പോത്തിക്കേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഫൈനാൻസ് നെയിമിൻ്റെ അവിടെ യെസ് ബാങ്ക് ലിമിറ്റഡ് എന്ന് അടിച്ചു കൊടുക്കുക. അഡ്രസ് ഓഫ് ദ കമ്പനി ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്. അത് ഇപ്പം റെഡിങ് വരുന്ന അത് ഇവിടെ ഒരു മാർക്ക് വരുന്ന സാധനത്തിലെല്ലാം നമ്മൾ എന്തെങ്കിലും കൊടുത്താലേ അത് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ അഡ്രസ് ഓഫ് ദ ഇപ്പം നമ്മൾ കണ്ടിന്യൂ എടുത്തതാണെങ്കിൽ പൊക്കോളൂ, അത് കുത്തിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂസ് എ പ്ലാൻ, ഈ പ്ലാൻ ഏതാണ് നമ്മൾ വേണ്ടതെന്നുള്ളതാണ്. അപ്പം ഇത് ലോങ് ടേം ബണ്ടിൽഡ് പോളിസിയാണ്. പുതിയ വാഹനമായത് കാരണം ലോങ് ടേം ബണ്ടിൽഡ് പോളിസിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ നമ്മളൊന്നും ചെയ്യാനില്ല. കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ വണ്ടിയുടെ വാല്യൂ ഇതിനകത്ത് കിടപ്പുണ്ട്. 13,49,249 മുതൽ 17,98,099 രൂപ വരെയുള്ള വാഹനമാണ് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഇൻവോയ്സിന്റെ 95% ആണ് നമ്മൾ IDV വാല്യൂ ആയിട്ട് ഫിക്സ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇൻവോയ്സ് വാല്യൂവിന്റെ 95% ആണ് നമ്മൾ IDV ആയിട്ട് ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് വരുന്നത് 16,78,901 ഈ വാഹനത്തിന്റെ IDV വാല്യൂ. നമ്മൾ 5% കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എനിക്ക് കിട്ടിയത് അത് നമ്മൾ അവിടെ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക.
ഇനിയുള്ള കാര്യങ്ങളാണ്. ഒന്ന്, വണ്ടിയുടെ വാഹനത്തിന്റെ എന്തെല്ലാം കവറേജ് ആണ് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ട് കസ്റ്റമർക്ക് ആവശ്യമുള്ള ഏതെല്ലാം കവറേജ് ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇനി അടുത്തത്. കൺസ്യൂമബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ ആഡ് കൊടുത്താൽ മതി. ആഡ് കൊടുക്കുക. വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കൊടുക്കാം. കീ റീപ്ലേസ്മെന്റ്, എൻജിൻ പ്രൊട്ടക്ഷന്, അഡീഷണൽ ടോയിങ് ചാർജ്, പേഴ്സണൽ ഇഫക്റ്റ്, ഓൾട്ടർനേറ്റീവ് കാർ, നീൽ ഡിപ്രീസിയേഷൻ. ഇത് രണ്ടുമാണ് സാധാരണ ഗതിയിൽ പുതിയ വാഹനത്തിന് വരുമ്പോൾ കൊടുക്കുന്നത്. നീൽ ഡിപ്രീസിയേഷൻ വാഹനത്തിന്റെ പുതിയ കൊടുക്കുമ്പോൾ അതിനകത്ത് നമുക്കൊരു ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. പുതിയ വാഹനത്തിനാവുമ്പോൾ ഈ XUV 700 എന്ന് പറഞ്ഞ വാഹനത്തിന് നമുക്ക് 40% ഡിസ്കൗണ്ട് വരെ നീൽ ഡിപ്പിന് കൊടുക്കാം. ഓഫീസിൽ പെർമിസിബിൾ ആണ്. ആ പെർമിസിബിൾ ലിമിറ്റ് നമുക്ക് ഏജൻസിനും ഇതുപോലെ കൊടുക്കാം. സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ 40% ഡിസ്കൗണ്ട് അവിടെ വന്നു. ഇനി അത് കഴിഞ്ഞാൽ റിട്ടേൺ ടു ഇൻവോയ്സ്, ലീഗൽ ടു പേ ഡ്രൈവർ. ഒരു ഡ്രൈവറുടെ കവറേജ് നമുക്ക് ആവശ്യമാണ്. കാരണം ഒരു വണ്ടി ഓടിക്കുമ്പോൾ ലീഗൽ ലയബിലിറ്റി ടു പേ ഡ്രൈവർ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അവിടെ ആഡ് ചെയ്യാം. എന്നിട്ട് അടുത്ത കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ ഇതിനകത്ത് ഒരു കാര്യം ചോദിക്കുന്നത് എന്താ, ഡു യു വിഷ് ടു ഹാവ് എ CPA കവർ. CPA കവർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന വിശ്വസിക്കുന്നു. കമ്പൽസറി പേഴ്സണൽ ആക്സിഡന്റ് കവറാണ്. 1 ഇയർ പോളിസിക്കാണ് നമ്മുടെ എല്ലാ വാഹനത്തിലും എല്ലാ ഇൻഷുറൻസ് പോളിസിയിലും CPA കവർ ചെയ്യാറുണ്ട്. 360 രൂപയുടെ CPA കവർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് AS കൊടുത്തു കഴിഞ്ഞാൽ ഈ പോളിസി ബണ്ടിൽഡ് പോളിസി ആയത് കാരണം, ആക്ട് പോളിസി 3 വർഷത്തേക്കുള്ളത് കാരണം 3 വർഷത്തെ CPA കവറേജ് ആണ് വരുന്നത്. ബട്ട് ഡ്യൂ ടു കോമ്പറ്റീഷൻ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് 1 ഇയർ ആക്ട് കൊടുക്കാം. അത് നോ കൊടുക്കുക. നോ എടുത്തിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്ക്രീൻ വരും. അടുത്ത സ്ക്രീനിൽ നമ്മളത് ഇവിടെ ഐ ഡോണ്ട് ഹാവ് എന്നുള്ളത് വേണം. പിന്നെ ഡു യു വാണ്ട് ടു CPA കവർ ഫോർ 1 ഇയർ ഓൺലി? യെസ് ഐ വാണ്ട് എന്ന് കൊടുക്കുക. അതായത് 1 വർഷത്തെ CPA കവറേ നമ്മൾ വാങ്ങിക്കത്തുള്ളൂ, പ്രീമിയം ചാർജ് ചെയ്യുന്നുള്ളൂ. അതേ സമയത്ത് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് CPA കവർ കസ്റ്റമറോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതായത് ഒരു വാഹനം രജിസ്റ്റേർഡ് ഓണർ ഓടിക്കുന്ന ആളാണെങ്കിൽ, ഓണർ കം ഡ്രൈവർ ആണെങ്കിൽ, രജിസ്റ്റേർഡ് ഓണർ ആള് തന്നെയാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ കമ്പൽസറി ആയിട്ട് നിങ്ങൾ അവർക്ക് ഈ CPA കവർ 15 ലക്ഷം രൂപയുടെ പോളിസി വാങ്ങിച്ചു കൊടുത്തിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പം 2 വീലർ ആകുമ്പോൾ 5 വർഷത്തേക്കാണ്. അതിൻ്റെ ഒരു നേട്ടം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു 2 വീലർ എടുക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ സാധാരണഗതിയിൽ 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപയുടെ 2 വീലറാണ് ഇപ്പോൾ വരുന്നത്. 2 വീലർ വഴിക്ക് നിരന്തരമായിട്ട് എന്നും ആക്സിഡന്റ് ഉണ്ടായ എത്രയോ പേര് മരിക്കുന്നു, വാഹന അപകടത്തിൽ മരിക്കുന്നു. ആ വാഹന അപകടത്തിൽ മരിക്കുമ്പോൾ അതിற்கு നോമിനിക്ക് ഒരു 15 ലക്ഷം രൂപയുടെ ഒരു കവറേജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യം തന്നെയാണ്. അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. ഡീലർഷിപ്പിൽ ആരും തന്നെ 1 വർഷത്തിൽ കൂടുതൽ എടുക്കുകയല്ല. ഇതല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് CPA കവർ തന്നെ ഓരോ വർഷം കൊടുക്കാം. കമ്പൽസറി പേഴ്സണൽ ആക്സിഡന്റ് കവർ തന്നെ, മോട്ടറിനകത്ത് ഒരു ആഡ് ഓൺ കവർ ഉണ്ട്, വേറെ പോളിസി ഉണ്ട്, അത് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ വാഹനത്തിന്റെ കൂടെ കൊടുക്കുകയാണെന്ന് അത് പിന്നെ 5 വർഷം കഴിഞ്ഞ് അത് നോക്കിയാൽ മതി. അതുകൊണ്ട് ഞാൻ പറയുന്നത് 2 വീലറെങ്കിലും നിങ്ങൾ ഇത് മൊത്തമായിട്ട് 5 ഇയർ കവറേജ് വാങ്ങിക്കണം. 4 വീലറിന് 1 ഇയർ കവറേജ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ നമുക്ക് സബ്മിറ്റ് കൊടുക്കുമ്പോൾ 1 ഇയർ പ്രീമിയം മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. ഇവിടെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് നമുക്ക് പ്രീമിയം കുറയ്ക്കാൻ വേണ്ടി അതിനകത്തുനിന്ന് നമുക്ക് കുറയ്ക്കാം. കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ അണ്ടർറൈറ്റിംഗ് ഡിസ്കൗണ്ട് ആണ്. 4 വീലർ പ്രൈവറ്റ് കാർ 4 വീലറിന് നമുക്ക് 90 ഡിസ്കൗണ്ട് വരെ നമുക്ക് ഓഫീസിൽ നിന്ന് കിട്ടും. ആ ഡിസ്കൗണ്ട് തന്നെ നമുക്ക് പോർട്ടലിയും കിട്ടും. ഞാൻ പറഞ്ഞ നീൽ ഡിപ്രീസിയേഷൻ ഡിസ്കൗണ്ട് 40 കിട്ടുന്ന പോലെ തന്നെ അണ്ടർറൈറ്റിംഗ് ഡിസ്കൗണ്ട് നമുക്ക് 90 കിട്ടും. ഈ 90 നമ്മളിവിടെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 44,780 എന്നുള്ള പ്രീമിയം ഇവിടെ വന്നു. ഇത് കണ്ടോ, ഈ റൈറ്റ് സൈഡിൽ പ്രീമിയം കിടക്കുന്ന കണ്ടോ? ഈ പ്രീമിയം ബ്രേക്കപ്പ് എല്ലാം ഇതിനകത്തുണ്ട്. ഓൺ ഡാമേജ് പ്രീമിയം എത്രയാ, തേർഡ് പാർട്ടി പ്രീമിയം എത്രയാ, കൺസ്യൂമബിൾസ് എത്രയാ, ആന്റി തെഫ്റ്റ്, നീൽ ഡിപ്രീസിയേഷൻ, പേ, ഡ്രൈവറുടെ കവറേജ്, CPA കവർ, GST എല്ലാം ഉൾപ്പെടെ 44,780 രൂപ നമുക്കിവിടെ പ്രീമിയം വന്നു. ഇനിയിപ്പോൾ സേവ് പ്രൊപ്പോസൽ ആൻഡ് കണ്ടിന്യൂ. സക്സസ് ആയിട്ട് നമുക്ക് ആ പ്രൊപ്പോസൽ അണ്ടർറൈറ്റ് ചെയ്യാൻ പറ്റി. ഇത്രയും വരെ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ, വാഹനത്തിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എൻ്റർ ചെയ്ത് നമ്മളിവിടെ കൊടുത്തത്. ഇനി അടുത്തത് വരുമ്പോൾ KYC ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാ ഏജൻസിനും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ഏരിയയാണ് ഈ KYC എന്ന് പറയുന്നത്.
നോ യുവർ കസ്റ്റമർ എന്നുള്ളത്. അപ്പോൾ അത് ആധാറും പാനും വെച്ചിട്ടാണ് സാധാരണ രീതിയിൽ എല്ലാവരും കൊടുക്കുന്നത്. അത് ഓൺലൈൻ KYC ആണ്. ഇത് ഓഫ്ലൈൻ KYC എന്നൊരു ഓപ്ഷൻ നമുക്കുണ്ട്. ഇതിനകത്ത് ഡീഫോൾട്ടായിട്ട് ഓഫ്ലൈൻ KYC ആണ് കിടക്കുന്നത്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഈ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അതിൻ്റെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളുടെ മൊബൈൽ നമ്പർ കസ്റ്റമറുടെയും ഇമെയിൽ ID നിങ്ങളുടെയും കൊടുക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു പോളിസി അണ്ടർറൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ, പോർട്ടലിൽ കൂടെ ചെയ്ത് കഴിയുമ്പോൾ, അവസാനം കൺഫേം ആൻഡ് ബൈ നൗ കൊടുത്തു കഴിയുമ്പോൾ ഒരു മെസ്സേജ് OTP മൊബൈലിലും വരും, മെയിലിലും വരും. മൊബൈൽ കസ്റ്റമറെ നമ്മൾ വിളിച്ചു ചോദിച്ചിട്ട് കസ്റ്റമറോട് പറയണം OTP എന്ന് പറയണം. അതിന് പകരമായിട്ട് നമ്മുടെ തന്നെ മെയിൽ IDയിൽ ആ OTP വരും. സെയിം OTP തന്നെയാണ്. അത് നമ്മൾ അവസാനം എൻ്റർ ചെയ്യും. അതുകൊണ്ട് പ്രിഫറബിളി മൊബൈൽ നമ്പർ കസ്റ്റമർക്ക് കൊടുക്കുക. കാര്യം ഇത് പോളിസിയിൽ ജനറേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇത് ഇമെയിൽ ID നമ്മുടെ കൊടുക്കുക, അതും പോളിസി ജനറേറ്റ് ചെയ്ത് വരുന്നതാണ് ഓഫ് കോഴ്സ്. പക്ഷേ നമുക്കിത് അണ്ടർറൈറ്റ് ചെയ്യാനുള്ള നമുക്ക് എളുപ്പത്തിന് നമുക്ക് ഒരു പോളിസി എടുക്കാനായിട്ട് വേണ്ടിയിട്ട് ഇതിങ്ങനെ കൊടുക്കാൻ സാധിക്കും. അഡ്രസ്സ് കൊടുത്തു, സ്റ്റേറ്റ് ഇവിടെ നമ്മൾ അടിച്ചു കൊടുക്കുക, കേരള അടിച്ചു കൊടുക്കണം. കേരള അടിച്ചു കൊടുത്താൽ താഴെ കേരള വരും. അപ്പോൾ ഇവിടെ ഇത് കോട്ടയമാണ്. കോട്ടയം ജില്ലയിലായത് കാരണം ഞാനിവിടെ കോട്ടയം കൊടുത്തു. നിങ്ങളവിടെ തിരുവനന്തപുരം കൊടുക്കുക, തിരുവനന്തപുരത്തുള്ളത്. ഇത് കോട്ടയം ജില്ലയിലെ ഇത് പിൻകോഡും കൊടുത്തു. പിന്നെ ഇതിനകത്ത് ഞാൻ 1-2 കാര്യങ്ങൾ നമ്മൾ അണ്ടർറൈറ്റ് ചെയ്യുമ്പോൾ ഇൻവോയ്സിൻ്റെ കൂടെ വേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് ദി ഇൻഷുർഡ്, കസ്റ്റമറുടെ ഡേറ്റ് ഓഫ് ബർത്ത്. അത് ഞാനൊരു സ്ക്രീൻ കാണിച്ചു തരാം. അത് നിങ്ങൾ എഴുതിയെടുത്തോണം. എന്തെല്ലാം കാര്യങ്ങളാണ് പുതിയ വാഹനം അല്ലെങ്കിൽ ഒരു വാഹന ഇൻഷുറൻസ് എടുക്കാൻ വരുമ്പോൾ വേണ്ടെന്നുള്ളൊരു കാര്യം കാണിച്ചു തരാം. അപ്പം ഇത് ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കുക, 7/6/1987. ഇനി ഇത് കണ്ടിന്യൂ കൊടുക്കുക. അതിന് KYC പ്രൂഫാണ് ചോദിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. KYC നമ്മൾ ഓഫ്ലൈൻ KYC കൊടുത്തു, KYC പ്രൂഫ് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ KYC പ്രൂഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഇതിനെ ഞാൻ പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗപ്പെടുത്തുന്ന കാര്യങ്ങളാണിത്. മൊബൈൽ വഴി ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലാപ്ടോപ്പിലോ PC-യിലോ നമ്മൾ ഫോം നമ്പർ 60 എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആയിട്ടൊരു ഫോം നമ്പർ 60 ഡൗൺലോഡ് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ്, ആരുടെയെങ്കിലും ഒരു ഡ്രൈവിംഗ് ലൈസൻസ്, നിങ്ങളുടെ വേണ്ട, ഏതെങ്കിലും ഒരാളുടെ കസ്റ്റമറുടെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കൂടെ അതിനകത്ത് സേവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ KYC കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തല്ലോ, അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം കൊടുത്തു. അത് കഴിഞ്ഞാണ് KYC വരുന്നത്. KYC-യിൽ ഇതിനകത്ത് ചോദിക്കുന്നുണ്ട് ഇൻഡിവിജ്വൽ ആണോ എന്ന് ചോദിക്കും. ഇൻഡിവിജ്വലിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. ഡു യു ഹാവ് എ പാൻ കാർഡ് ചോദിക്കും. പാൻ കാർഡ് മിക്കവാറും നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഒന്നും വാങ്ങിക്കാറില്ല. വാങ്ങിക്കുകയാണെങ്കിൽ പാൻ കാർഡ് അടിച്ചു കൊടുക്കാം. ഇനി അഥവാ അതില്ലാത്ത സ്റ്റേജിൽ വരുമ്പോൾ ഇവിടെ നോ കൊടുക്കുക. പിന്നെ ജനറേറ്റ് ഫോം 60 എന്നുണ്ട്, വേണ്ട. ഓർ അപ്ലോഡ് ഫോം 60 എന്നുണ്ട്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. നമ്മൾ ഒന്നിൽ ജനറേറ്റ് ഫോം നമ്പർ 60 ജനറേറ്റ് ചെയ്യുക. അത് ജനറേറ്റ് ചെയ്യാൻ ഇച്ചിരി പ്രോസസ്സുണ്ട്, അത് നിങ്ങൾ പോകണ്ട. അതിന് പകരം അപ്ലോഡ് ഫോം 60 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിനകത്ത് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഫോം നമ്പർ 60 ഞാനിവിടെ സേവ് ചെയ്തിട്ടുണ്ട്. ഈ ഫോം നമ്പർ 60 ഇവിടെ ഓപ്പൺ ചെയ്യുക. കണ്ട് സക്സസ്ഫുള്ളി അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു. അപ്പോൾ ഫോം നമ്പർ 60 ആയി. ഇനി നമ്മൾ ചോദിക്കുന്ന സെലക്ട് അഡ്രസ് ഡോക്യുമെന്റ് ചോദിക്കുന്നുണ്ട്. ഇത് രണ്ടാണ് KYC വേണ്ടത്. ഈ അഡ്രസ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുക. ഡ്രൈവിംഗ് ലൈസൻസിന്റെ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. അത് KL എന്ന് മാത്രം അടിച്ചാലും മതി. എന്നിട്ട് അവിടെ അപ്ലോഡ് ഡോക്യുമെന്റ് കൊടുക്കുക. ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് PDF ആയിട്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ അപ്ലോഡ് ചെയ്യുക. അത് സക്സസ്ഫുള്ളി അപ്ലോഡ് വന്നു. അപ്പോൾ നമ്മുടെ KYC എന്ന് പറഞ്ഞ സാധനം തീർന്നു. ഇവിടെയാണ് നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. KYC അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള അല്ല KYC ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഓഫീസിൽ കൊടുത്ത ഈ സാധനം, ഈ പോളിസി ജനറേറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഞാനിവിടെ സ്ഥിരം കാണുന്നതാണ്. എല്ലാവരും ഓഫീസിൽ വന്ന് ഇതൊക്കെ ചെയ്യിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. പക്ഷെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എടുക്കുമ്പോൾ, ഇങ്ങനെയുള്ള ബെനിഫിറ്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കുമ്പോൾ, നിങ്ങൾക്ക് ഈ ഒരു പോർട്ടൽ പോളിസി നിങ്ങൾ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണെന്നറിയാം. നിങ്ങൾക്ക് കസ്റ്റമറെ എളുപ്പം കാര്യം പോളിസി കൊടുക്കാൻ സാധിക്കും. മാത്രമല്ല
നിങ്ങളെ അഡീഷണൽ ഒരു പോർട്ടൽ ഇൻസെൻറ്റീവ് കിട്ടും. പോർട്ടലിന് ചെയ്തു കഴിഞ്ഞാൽ ഒരു വണ്ടി, ഒരു വാഹനത്തിന് മിനിമം 120 രൂപ വരെ കിട്ടും. അതിന് മേലോട്ടുള്ളതുകൊണ്ട് പ്രീമിയം അനുസരിച്ച്. അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റി ഉള്ളതുകൊണ്ട്, കാരണം കസ്റ്റമർക്ക് ഏറ്റവും എളുപ്പം നമുക്ക് കാര്യങ്ങൾ, തേർഡ് പാർട്ടി പ്രീമിയം നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത്രയും പോലും പ്രയാസമില്ല, വളരെ എളുപ്പം. അവർ കമ്പനി ആണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ എടുത്തു കഴിയുമ്പോൾ നമുക്ക് നോമിനി ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അതും നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഞാൻ ആ ഒരു പ്രസന്റ് ഒരു എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളൊരു ലിസ്റ്റ് ഞാൻ ഷെയർ ചെയ്ത് തരാം. അത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഇത് കഴിയുമ്പോൾ ഈ സെഷൻ കഴിയുമ്പോൾ ഞാനത് അയച്ചു തരാം, കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളത് എഴുതിയെടുക്കുക. അല്ലെങ്കിൽ ഞാൻ ലക്ഷ്മി മാഡത്തിന് ഞാൻ അയച്ചു കൊടുക്കാം. മാഡം അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. നോമിനിയുടെ പേര് കൊടുക്കുക. റിലേഷൻഷിപ്പ്, സ്പൗസോ, എംപ്ലോയിഡോ, ചൈൽഡോ, പേരൻറ്റോ, അതേഴ്സോ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് സ്പൗസ് കൊടുക്കണം. 9/8/1989. ഈ മൊബൈൽ നമ്പറിനടുത്ത് നമ്മൾ സ്പൗസ്, ഈ നോമിനിയുടെ മൊബൈൽ നമ്പറാണ് ചോദിക്കുന്നത്. അവിടെ നമ്മൾ 0 അടിച്ചു കൊടുത്താൽ മതി. ഈ അഡ്രസ്സ് അവിടെ ഇപ്പോൾ എല്ലാ അഡ്രസ്സും അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. മുകളിലത്തെ അഡ്രസ്സ് തന്നെയാണ്. ഇവിടെ ഇമെയിൽ ID ഉണ്ട്, നോട്ട് ആപ്ലിക്കബിൾ ഇട്ടാൽ മതി. എന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് സിസ്റ്റം എടുത്തോളും. എന്നിട്ട് കണ്ടിന്യൂ എടുക്കുക. കണ്ടോ, പ്രൊപ്പോസൽ പ്രിവ്യൂ എന്ന് പറഞ്ഞ ഒരു സ്ക്രീനാണ് നമുക്ക് വന്നത്. ഇതിനകത്ത് എന്തുവാ നമുക്കറിയാം. ആദ്യമേ നമ്മൾ നോക്കുന്നത്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പ്രീമിയം ആണോ ഇതിനകത്ത് വരുന്നത് നോക്കണം. അപ്പോൾ അതിനകത്ത് എല്ലാം ഇതിനകത്തുണ്ട്. വെഹിക്കിൾ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ഇവിടെ. ഇതെല്ലാം നമ്മളൊന്ന് പ്രിവ്യൂ ചെയ്ത് നോക്കുക. നമ്മൾ കൊടുത്തേക്കുന്നത് ശരിയാണോ, എൻജിൻ നമ്പർ, ചേസ് നമ്പർ ശരിയാണോ, ഇൻഷുറൻസിന്റെ പേര് ശരിയാണോ, മൊബൈൽ നമ്പർ ശരിയാണോ, അല്ലെങ്കിൽ ഇത് നമുക്ക് ബാക്കിൽ പോയി നമുക്ക് എഡിറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു പ്രൊപ്പോസൽ ചെയ്യാനുള്ളത്. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇനി കണ്ടിന്യൂ കൊടുക്കുക. ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എടുത്ത ഒരു പ്രൊപ്പോസലും നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ അണ്ടർറൈറ്റ് ചെയ്തിരിക്കുന്ന ഈ പ്രൊപ്പോസലും ഇൻവോയ്സുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, മീൻസ് നിങ്ങൾക്ക് ഈ ഇൻവോയ്സ് തന്നിരിക്കുന്ന ആ മോഡല് നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും വേരിയേഷൻ, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ, all you have to do is sync this proposal. ആദ്യം ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തിട്ട് ഈ സിങ്ക് പ്രൊപ്പോസലെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് വരും. ഞാൻ കാണിച്ചു തരാം. സക്സസ് കേട്ടോ. പ്രൊപ്പോസൽ കംപ്ലീറ്റഡ്, യുവർ പ്രൊപ്പോസൽ നമ്പർ ഔട്ട് ഈസ്, ഈ നമ്പറാണ് നിങ്ങൾ എഴുതിയെടുത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ലക്ഷ്മി മാഡത്തിന് അയച്ചു കൊടുത്തിട്ട് എന്ത് ചേഞ്ചസ് ആണോ നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് ഇവിടെ ചെയ്യുക. ഇനി ചേഞ്ച് ചെയ്യാൻ ആവശ്യമില്ലെങ്കിൽ, ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ കൺഫേം ആൻഡ് ബൈ കൊടുക്കുക, ബൈ നൗ കൊടുക്കുക. ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ OTP വന്നിട്ടുണ്ട് കണ്ടോ, OTP ടു യുവർ ഇമെയിൽ ID ആൻഡ് ഫോൺ നമ്പർ. ഞാനിപ്പോൾ എൻ്റെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മെയിലിനകത്ത് OTP വന്നിട്ടുണ്ട്. വെരിഫൈ ചെയ്തു. ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനെ ഒരു പ്രൊപ്പോസല് നമുക്ക് വന്നിരിക്കട്ടെ. അതായത് ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി അത് കാണിച്ചത്. ചിലപ്പോൾ കൺഫേം ആൻഡ് ബൈ കൊടുത്താൽ നേരെ ബിൽ ഡെസ്കിലോട്ടാണ് പോകുന്നത്. ഇത് ചേഞ്ച് വരുത്തണം, സെൻഡ് ഫോർ അപ്രൂവൽ എന്നായിരിക്കും. നമുക്ക് ഇതിനകത്ത് പറ്റുന്നില്ല. കാര്യം ഇതിനകത്ത് IIBക്കകത്തുള്ള ചേഞ്ചും, ഇതിനകത്ത് IIB ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്യൂറോ വണ്ടിയുടെ വേരിയന്റുമായിട്ട് എന്തോ സീറ്റിംഗ് കപ്പാസിറ്റി ആയിട്ട് എന്തോ വ്യത്യാസമുണ്ട്. അത് കാരണം നമുക്ക് ഇത് അപ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള മെസ്സേജാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെൻഡ് ഫോർ അപ്രൂവൽ കൊടുക്കുക. നമ്മൾ തന്നെ സെൻഡ് ഫോർ ബാക്ക് ടു എഡിറ്റ് കൊടുക്കാൻ പോകരുത്. എഡിറ്റ് കൊടുത്താൽ ഇത് തന്നെയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് സെൻഡ് ഫോർ അപ്രൂവൽ കൊടുക്കുക. സെൻഡ് ഫോർ അപ്രൂവൽ കൊടുത്തു കഴിയുമ്പോൾ പ്രൊപ്പോസൽ സെൻഡ് ഫോർ അപ്രൂവൽ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. ഈ
കാര്യം നിങ്ങൾ ലക്ഷ്മി മാഡത്തിനെ വിളിച്ചു പറയുമ്പോൾ മാഡത്തിൻ്റെ ID-യിൽ, പോർട്ടൽ ID-യിൽ അതിനകത്ത് ഓപ്ഷനുണ്ട് ഇത് അപ്രൂവ് കൊടുക്കാനായിട്ട്. മാഡം അത് അപ്രൂവൽ ചെയ്ത് കഴിയുമ്പോൾ ബൈ പോർട്ടൽ ട്രാൻസാക്ഷൻ ഇതിനകത്ത് ഈ ബൈ സേവ്ഡ് പ്രപ്പോസലിനകത്ത് ഇന്നത്തെ ഡേറ്റിലുള്ള ഉണ്ടോ ഈ പ്രപ്പോസൽ ഇവിടെ വന്നിട്ടുണ്ട്, ഈ പ്രപ്പോസൽ നെയിം ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നോക്കേണ്ട എന്നാന്ന് വെച്ചാൽ നമ്മളിത് അപ്രൂവൽ കണ്ടോ, ഇവിടെ സെൻഡ് ഫോർ അപ്രൂവൽ കണ്ടപ്പോൾ സ്ഥിതിക്ക് നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മാഡം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പ്രീ അപ്രൂവ്ഡ് നടക്കുന്നുണ്ട്, ഞാനൊരെണ്ണം കൊടുത്തതാണ്. ഈ അപ്രൂവ് ചെയ്ത സാധനം ഇവിടെ വരും, അപ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. അപ്രൂവൽ എന്ന് പറഞ്ഞാൽ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ കണ്ടിന്യൂ ജേർണി എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് കിട്ടാൻ പോകുന്നത്. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആ കണ്ടിന്യൂ ജേർണി പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ബിൽ ഡെസ്കിലോട്ട് പോകാം, നമുക്ക് പേയ്മെന്റ് കൊടുക്കാം ബൈ കാർഡ്, UPI. നിങ്ങൾ മോസ്റ്റ് ഓഫ് ദി ട്രാൻസാക്ഷൻ യു ഹാവ് ടു ഡൺ ഈസ് ത്രൂ UPI കോഡ് വഴി നിങ്ങൾക്ക് പോളിസി ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഇതാണ് ഒരു കാറ്റഗറി. അതായത് ബ്രാൻഡ് ന്യൂ വെഹിക്കിൾ പ്രൈവറ്റ് കാർ എങ്ങനെയാണ് പോർട്ടലിൽ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, അതിൻ്റെ മെത്തേഡ്സ് എങ്ങനെയാണ്, അതിൽ വരുന്ന പ്രോബ്ലംസ് എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. അത് കഴിഞ്ഞ് ബിൽ ഡെസ്കിൽ പോകുന്ന കാര്യങ്ങൾ വേറൊരു പ്രപ്പോസൽ ചെയ്ത് ഞാൻ കാണിച്ചു തരാം, അത് അന്നേരം ഞാൻ മനസ്സിലാക്കി തരാം. ഈ കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് എഴുതുന്നുണ്ടെങ്കിൽ യു റൈറ്റ് ഇറ്റ് ഡൗൺ ആൻഡ് ആസ്ക് ആഫ്റ്റർ ദി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഞാനത് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇതാണ് നമ്മൾ പോർട്ടൽ വഴി ഇപ്പം നമ്മൾ ചെയ്യാനുള്ള ആദ്യമായിട്ട് പുതിയ വാഹനത്തിൻ്റെ ഒരു ഇൻഷുറൻസ് എങ്ങനെ എടുക്കാം എന്നുള്ളത് നമ്മൾ കാണിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇനി വേറെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. അവിടെ മാഡം എനിക്കൊരു RC ബുക്ക് എനിക്ക് അയച്ചു തന്നു. RC ബുക്കിൻ്റെ ഇതാണത്. ഇതെങ്ങനെ അവർ കമ്പനിയുടെ റിന്യൂവലാണ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ പോളിസി എക്സ്പയറി കഴിഞ്ഞാണ്. അതെങ്ങനെ നമ്മൾ ഇതിനകത്ത് ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അത് നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് വണ്ടി നമ്പർ ആദ്യം അടിച്ചു KL1DA 1643 എന്നുള്ള വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ആണ് മാഡം എനിക്ക് അയച്ചു തന്നത്. അത് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് 2 വീലറാണ്. ബൈ പോളിസി 2 വീലർ പോളിസി. ഇത് എക്സിസ്റ്റിംഗ് വെഹിക്കിളായിട്ട് ഇവിടെ കിടപ്പുണ്ട്, ബ്രാൻഡ് ന്യൂ അല്ല. ഗെറ്റ് കോട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് KL1DA 1643 എന്ന വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ആണ് മാഡം എനിക്ക് അയച്ചു തന്നത്. ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ RC ബുക്ക് വഴി നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കുക ഇത് ശരിയാണോ എന്നുള്ളതിനാണ് ഈ ഒരു സ്ക്രീൻ തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടിന്യൂ എടുക്കുക. പ്രീവിയസ് ഇൻഷുറൻസ് കമ്പനി എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്, ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. കണ്ടിന്യൂ എടുക്കുക. ഇതിനകത്ത് കണ്ടില്ലേ, ഇതിനകത്ത് നമുക്ക് KL1DA ട്രിവാൻഡ്രം RTO പ്ലഷർ സ്റ്റാൻഡേർഡ് എഞ്ചിൻ നമ്പർ, ചേസ് നമ്പർ, സീറ്റിംഗ് കപ്പാസിറ്റി എല്ലാം വരും. ഇത് വാല്യൂഡ് പൊല്യൂഷൻ അണ്ടർ PUC സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. യെസ് കൊടുക്കുക. പൊല്യൂഷൻ അവിടെ ടിക്ക് ചെയ്യുക, കണ്ടിന്യൂ എടുക്കുക. ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇവിടെ നിങ്ങളൊന്നും ചെയ്യാനില്ല. ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക, ഇല്ല എന്ന് പറയുക. ബണ്ടിൽഡ് പോളിസിയാണ്. ഇതിനകത്ത് പഴയ പോളിസി യുണൈറ്റഡ് ഇന്ത്യയുടെ ആണ്. 23/11/28 വരെ തേർഡ് പാർട്ടി ഉണ്ട്. ഓടി തീർന്നത് എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റാൻഡേർഡ് ലോൺ പോളിസി ആയിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത്. 23/11/2024 ഓടി പോളിസി, അതായത് ഓടി തീർന്നതാണ്. ഇൻസ്പെക്ഷൻ ഇല്ലാതെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പോളിസി എടുക്കാൻ നമുക്ക് സാധിക്കുകയല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. ക്ലെയിം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുക. പ്രീവിയസ് പോളിസി നോ ക്ലെയിം ബോണസ് എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഹൈപ്പോത്തിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ, ഞാനിവിടെ ഇല്ലയെന്ന് തന്നെ കൊടുക്കുക.
സ്റ്റാൻഡ് ലോൺ പോളിസിയുടെ പ്രീമിയം 637 വന്നേക്കുന്നത്. കണ്ടിന്യൂ എടുക്കുക. IDV ഞാൻ പറഞ്ഞ പോലെ തന്നെ 37,038 വരെ നമുക്കിതിനകത്ത് ചേഞ്ച് ചെയ്യാം. ലാസ്റ്റ് ഇയർ IDVക്കകത്ത് 10% കുറച്ചിട്ടാണ് നമ്മൾ IDV ഫിക്സ് ചെയ്യേണ്ടത്. ആ രീതിയിൽ നമ്മൾ IDV ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ചേഞ്ച് വരുത്തേണ്ടതുണ്ടെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ 37 വരക്കണം, 35, 600, 620 ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് പോവാം. പിന്നെ ചൂസ് ആഡ് ഓൺസ്. എന്തെല്ലാം ആഡ് ഓൺ കൊടുക്കണം? നിൽ ഡിപ്രീസിയേഷൻ വേണോ? കഴിഞ്ഞ ലാസ്റ്റ് നമ്മുടെ ROയുടെ പോളിസി പ്രകാരം, അണ്ടർറൈറ്റിംഗ് ഗൈഡ് ലൈൻസ് പ്രകാരം ലാസ്റ്റ് ഇയറിലെ നിൽ ഡിപ്രീസിയേഷൻ പോളിസി ആണെങ്കിൽ മാത്രമേ നമുക്ക് നിൽ ഡിപ്രീസിയേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ, കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിൽഡിപ്പ് അല്ലെങ്കിൽ നിൽഡിപ്പ് കൊടുക്കാൻ പറ്റിയല്ല. ഇപ്പോൾ നിൽഡിപ്പ് ആണെങ്കിൽ നിൽഡിപ്പ് കൊടുക്കുക. അതിന് നമ്മൾ ഈ 634 രൂപ പ്രീമിയം വന്നത്. നമ്മൾ അതിന് എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ 0 കൊടുക്കുക, അല്ലെങ്കിൽ വേണമെങ്കിൽ 10 വരെ മാക്സിമം കൊടുക്കാം. 10 കൊടുത്തേക്കാം. സബ്മിറ്റ് കൊടുക്കുക. കൊടുക്കണം നിർബന്ധമില്ല. ഇനി ബാക്കിയുള്ള ഒക്കെ കണ്ടിന്യൂ ചെയ്യുക. അണ്ടർറൈറ്റിംഗ് ഡിസ്കൗണ്ട് ഇപ്പോൾ 931 രൂപയാണ് വന്നത്. അതിന് ഒരു 10% ഡിസ്കൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ 20 കൊടുക്കുക. മാക്സിമം 30 കൊടുക്കാവുള്ളൂ. സബ്മിറ്റ് കൊടുക്കുക. ചൂസ് ഓഫീസ്, സേവ് പ്രപ്പോസൽ ആൻഡ് കണ്ടിന്യൂ. പ്രപ്പോസൽ നമ്പർ വന്നു, ഓക്കെ കൊടുത്തു. ഇതിനകത്ത് കണ്ടോ, ആസ് പെർ ദ ഡീറ്റെയിൽസ് പ്രൊവൈഡഡ് ബൈ യു ഡ്യൂറിംഗ് ദ ജേർണി എ ബ്രേക്ക് ഇൻ ഇൻഷുറൻസ് ഓണർഷിപ്പ് ചേഞ്ച് ഹാസ് ബീൻ ഡിറ്റക്റ്റഡ് for which pre-inspection of the vehicle is mandatory for policy creation. Kindly get in touch with our nearest office for policy issuance. നിങ്ങളുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാനാണ് ഈ മെസ്സേജ് വരുന്നത്. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ പ്രീ ഇൻസ്പെക്ഷൻ ഡീറ്റെയിൽസും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ തന്നെ ഇത് ചെയ്യരുത്. നമ്മൾ ഓഫീസിൽ കൊടുത്തിട്ട് ചെയ്യാനായിട്ടുള്ള എളുപ്പ വഴിയാണ്. ഓഫീസിൽ ഇരിക്കുന്നവർക്കും എളുപ്പമായിട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കും അത് ഡോക്യുമെന്റ്സ് ഉടനെ വെരിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഓഫീസിൽ പോയി മാഡത്തിൻ്റെ സൗകര്യം, അവിടെ ഇരിക്കുന്ന ആളുകളുടെ സമയം നോക്കിയിട്ട് വേണം നമ്മൾ ഇതെല്ലാം ചെയ്യാൻ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു മെത്തേഡ്, നമ്മൾ പോർട്ടലിൽ ഇങ്ങനൊരു ഫെസിലിറ്റി നമുക്ക് തരുന്നത്. എന്ന് വിചാരിച്ച് നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഓഫീസ് അപ്രൂവൽ ഇല്ലാതെ നമ്മൾ ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലെയിം കസ്റ്റമറിന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ദയവായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ബ്രേക്കിംഗ് ഇൻഷുറൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഓഫീസിലോട്ട് കൊടുക്കാൻ പറയുമ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകണം. അപ്പോൾ ഇവിടെ ബ്രേക്കിംഗ് റെഫറൻസ് നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ കൊടുക്കണം. നമ്മൾ 856 എന്ന് എന്തെങ്കിലും ഒരു നമ്പർ കൊടുത്താൽ മതി, എന്നാലും അത് കണ്ടിന്യൂ ചെയ്ത് പോകത്തുള്ളൂ. ഇൻസ്പെക്ഷൻ ഏജൻസി TVM തിരുവനന്തപുരം എന്നാണെങ്കിൽ തിരുവനന്തപുരം, ഏത് ഏജൻസിൻ്റെ പേരൊന്നും കൊടുക്കണ്ട, എന്തെങ്കിലും കൊടുത്താൽ മതി. സബ്മിറ്റ് കൊടുക്കുക. ഇനി നമ്മൾ പറഞ്ഞ പോലെ KYC കൊടുക്കുക. KYC കൊടുത്തിട്ട് KYC ഡീറ്റെയിൽസ്, ഇപ്പോൾ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുക. ഈ ഫുൾ നെയിം, മൊബൈൽ നമ്പർ എല്ലാം RC ബുക്ക് പ്രകാരമുള്ള എല്ലാം കൊടുക്കുക. കണ്ടിന്യൂ ചെയ്ത് പോയി കഴിയുമ്പോൾ അവസാനം ഞാൻ കഴിഞ്ഞ വാഹനത്തിന് പറഞ്ഞപ്പോൾ സിങ്ക് പ്രപ്പോസൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ സിങ്ക് പ്രപ്പോസലിൽ അവിടെ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സെൻഡ് ഫോർ അപ്രൂവലിൽ അവിടെ ക്ലിക്ക് ചെയ്ത് ഓഫീസ്, ഇത് രണ്ട് ആണെങ്കിലും ഓഫീസിൽ ചെയ്യാൻ പറ്റും. സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഫോട്ടോ എടുത്ത് മാഡത്തിന് അയച്ചു കൊടുത്താൽ മാഡം അത് കറക്റ്റ് ചെയ്തിട്ട് ഇൻസ്പെക്ഷൻ ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബ്രേക്ക് ഇൻ ഇൻഷുറൻസ് പാക്കേജ് പോളിസി ചെയ്യാനായിട്ട് ഇത്രയും സാധനങ്ങൾ നമുക്ക് മതി. KYC ചെയ്യുന്ന കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു, അത് ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ആധാറും പാനും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് KYC ഓൺലൈനിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആധാറും പാനും കസ്റ്റമറുടെ 2 സൈഡും നമ്മുടെ കമ്പ്യൂട്ടർ സേവ് ചെയ്യാം. ഫ്രണ്ട് സൈഡ്, ബാക്ക് സൈഡ്. അതുപോലെ പാൻ കാർഡിൻ്റെ ഒരു സൈഡ് മതി. ഇത് രണ്ടും നമ്മൾ സേവ് ചെയ്ത് ഡെസ്ക്ടോപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഓൺലൈനകത്ത് വരുമ്പോൾ നമ്മൾ ഈ ആധാർ ചോദിക്കുമ്പോൾ ആ അഡ്രസ് കിടക്കുന്ന RC ബുക്കിൽ കിടക്കുന്ന അഡ്രസ് ആണെങ്കിൽ സെയിം ആധാർ അപ്ലോഡ് ചെയ്യുക. വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറ്റിയ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുക. അതിനും ഭേദം ഞാൻ പറയുന്നത് ഓഫ്ലൈൻ പോയിട്ട് ഇതുപോലെ KYC ഡീറ്റെയിൽസ് കൊടുത്തിട്ട്, പേഴ്സണൽ ഇതെല്ലാം കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓഫീസിൽ സിങ്ക് പ്രപ്പോസൽ അയച്ചു കൊടുക്കുക. സിങ്ക് പ്രപ്പോസൽ അയച്ചു കൊടുക്കുന്ന കൂടെ തന്നെ നമുക്ക് വേറെ ഒരു കാര്യം കൂടെ നമുക്ക് ഇതിനകത്ത് എളുപ്പം
അവർ ഓഫീസിൽ ഇരിക്കുന്നവർക്കും നമുക്ക് പിന്നീട് ക്ലിയർ ആണെന്നുള്ളത് നമുക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ട് ഉള്ള 1-2 കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറയാം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു വാഹനത്തിൻ്റെ ഫോട്ടോ എടുത്തു. നിങ്ങൾ എങ്ങനെയാ ചെയ്യാറുള്ളത്, എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങളുടെ ഫോണിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ആൻഡ്രോയിഡ് ഫോണിലാണേലും ഐഫോണിലാണേലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഞാനിപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് അയച്ചു തരാം, ഈ കാണിച്ചു തരാം. ഒരു സെക്കൻഡ്. ഇത് കണ്ടോ, ഡോക്യുമെന്റ്സ് നീഡഡ് ഫോർ അണ്ടർറൈറ്റിംഗ് എ പോളിസി ഇൻ ദ പോർട്ടൽ. RC book copy, previous insurance, mobile number of registered owner, email ID, date of birth of RC owner, nominee, name, relation and date of birth. പാൻ കാർഡ് ഓഫ് ദ ഇൻഷുർ ഉണ്ടെങ്കിൽ, പാനും ആധാറും ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത് മാൻഡേറ്ററി അല്ല. KYC ഓഫ്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വേണ്ട. പിന്നെ ഫോട്ടോസ് ഓഫ് ദ വെഹിക്കിൾ, ഡേറ്റ് ആൻഡ് ടൈം ഇഫ് ദർ ഇസ് എ ബ്രേക്ക് ഇൻ ഇൻഷുറൻസ് ഓർ പാക്കേജ് പോളിസി. പാക്കേജ് പോളിസിക്ക് ബ്രേക്ക് ഉണ്ടെങ്കിൽ ഫോട്ടോസ് ഓഫ് ദ വെഹിക്കിൾ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അത് ടൈം സ്റ്റാമ്പ് ക്യാമറ എന്നുള്ളൊരു ആപ്പുണ്ട് നമ്മുടെ ആൻഡ്രോയിഡിലെ പ്ലേ സ്റ്റോറിനകത്ത്, അത് കാണും. ആ ടൈമിൻ്റെ ഞാൻ ഇതിനകത്ത് അയച്ചിട്ടുണ്ട്. നിങ്ങളിത് മാഡത്തിൻ്റെ വാങ്ങിച്ചിട്ട് ഈ ലിങ്ക്, ടൈം സ്റ്റാമ്പ് ക്യാമറ നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ ഉണ്ട്, അടിച്ചു കൊടുക്കുമ്പോൾ അത് വരും, ഈ ഒരു ആൻഡ്രോയിഡ് ഇത് വരും. അപ്പോൾ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് അതിൽ കൂടെ ഫോട്ടോ എടുക്കണം. അത് ക്യാമറയാണ്, ക്യാമറ ആപ്പാണ്. അതിൽ കൂടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇത് ഞാൻ ആ ടൈം സ്റ്റാമ്പ് ക്യാമറയിൽ എടുത്താണ്. ഓഡോമീറ്റർ റീഡിങ് ഇത് കണ്ടോ, ഇത് സ്ഥലമുണ്ട്, എല്ലാം ഉണ്ട് ഇതിനകത്ത്. 14 ജാനുവരി 2026 എവിടെ സ്ഥലം എവിടെയാണ് എടുത്ത ഒരു ഇതാണ്. ടൈം സ്റ്റാമ്പ് ക്യാമറയിൽ എടുത്താണിത്. എടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ 4 സൈഡും ഓഡോമീറ്റർ റീഡിംഗ് അല്ലേ എടുക്കുന്നത്. പ്രിഫറബിളി ഒരു കാര്യം കൂടെ ചെയ്യണം. ഇതിനകത്ത് എൻജിൻ നമ്പറും ഫ്രെയിം നമ്പറും ഉള്ള ഒരു ഇതുണ്ട്. വണ്ടിയുടെ എൻജിനകത്ത് ഇങ്ങനെ ഒരു സാധനമുണ്ട്, എൻജിൻ നമ്പർ. ഇതുകൂടെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഏജൻസിൻ്റെ ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോട്ടോ വണ്ടി മാറിപ്പോകാതിരിക്കാനുള്ള സാഹചര്യം ഇതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. എൻജിൻ നമ്പറും ഉണ്ട്, ചേസ് നമ്പറും ഇതിനകത്തുണ്ട്. ഇതുകൂടെ എടുക്കുക. അതുകൂടെ നമ്മൾ ഇത് ഞാൻ ആ വണ്ടിയുടെ ചേസസ് നമ്പറിൻ്റെ ഫോട്ടോ ആയത് ഇതുകൂടെ ഞാൻ എടുത്ത് ആണ് അറ്റാച്ച് ചെയ്യാറുള്ളത്. ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അണ്ടർറൈറ്റ് ചെയ്യുന്നവർക്ക് ഒരു ധൈര്യമുണ്ട്. ക്ലെയിംസ് ഇരിക്കുന്നവർക്ക് ഒരു പ്രയാസവും ഇല്ല. ഇതിങ്ങനെ ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ, കാര്യം ഇത് ആ ഡേറ്റ് എന്താ എടുത്തത്, ആ വണ്ടി തന്നെ ആണെന്നുള്ളതിനൊരു ഉറപ്പുണ്ട്. നാളെ ആക്സിഡൻ്റ് ഉണ്ട്, ഇന്ന് എടുത്തിട്ട് നാളെ ആക്സിഡൻ്റ് ആയാലും നമുക്ക് സേഫായിട്ട് നമുക്ക് ക്ലെയിം സെറ്റിൽ ചെയ്യിക്കാൻ സാധിക്കും. കാര്യം നമ്മുടെ ഭാഗത്തെല്ലാം ക്ലിയറാണ്. നമ്മളെല്ലാം ക്ലിയർ ആയിട്ട് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവും വരത്തില്ല. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിനകത്ത് ഡോക്യുമെന്റ്സ് നീഡ്, പിന്നെ 1-2 കാര്യങ്ങൾ പറയാം. ഈ ക്ലെയിംസ് നമ്മൾ പോളിസി അണ്ടർറൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് അണ്ടർറൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ പേ നൗ കൊടുത്ത് ബിൽഡസ്കിൽ പോയി കഴിയുമ്പോൾ ചിലർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്കും ഉണ്ടാകാറുണ്ട്, എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. അതെ, എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നുള്ളത് ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം. ഇതിൽ എറർ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. പൈസ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയി, പോളിസി ജനറേറ്റ് ആയിട്ടില്ല. We have acknowledged your renewal request. However, due to technical reasons, your policy has not been generated yet. Please revisit my transaction, my policies page later to view the status. കണ്ടോ, ഈ ഒരു മെസ്സേജ് നമ്മൾ വായിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എവിടെയാണ് ഇത് കാണാൻ പറ്റുന്നത്. ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പോർട്ടലിൽ തന്നെ, മൈ പോർട്ടൽ ട്രാൻസാക്ഷൻസ്, നമ്മൾ ഡേറ്റ് കൊടുക്കുക, 20 ജാനുവരി 2026 കൊടുക്കുക. 20 ജാനുവരി 2026 നമ്മൾ ഡേറ്റ് 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 കൊടുക്കുക. 20
ഇന്നത്തെ ഡേറ്റ് ആണ് ഇന്നത്തെ ഡേറ്റ് ഇല്ലെങ്കിൽ ഇന്നത്തെ ഡേറ്റ് കൊടുക്കുക, അല്ല അതിന് മുമ്പുള്ള 6-ാം ദിവസത്തെ ഡേറ്റ് കൊടുക്കുക. സെർച്ച് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ പോർട്ടൽ എറർ വന്നതിന് ശേഷം ഉള്ള ഈ ശ്യാംകുമാർ എസ് പിള്ള എന്നുള്ളത് എറർ വന്ന ഒരു പോളിസി ആയിരുന്നു. അത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ പോളിസി നമ്പർ നമുക്കിവിടെ കിട്ടി. ഈ പോളിസി നമ്മൾ എങ്ങനെ പ്രിന്റ് ചെയ്ത് പോളിസി നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ പോളിസി നമ്പർ എങ്ങനെയാണെങ്കിലും വരും. ഇനി അഥവാ വന്നില്ലെങ്കിൽ ഇതിനകത്തൊരു ഈ 3 കുത്തിനകത്ത് ഒരു ഇതുണ്ട്. അതിനകത്ത് ജനറേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഇത് ജനറേറ്റ് ആയിട്ടുകൊണ്ട് അത് വരാത്തതാണ്. ജനറേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ജനറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ മെസ്സേജ് വരും പ്ലീസ് ട്രൈ ലേറ്റർ. ഉടനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് 4 മിനിറ്റ് 5 മിനിറ്റിനുള്ളിൽ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിശ്ചയമായും ഈ പോളിസി പൈസ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പോളിസി നമ്പർ കാണാൻ സാധിക്കും. ഈ പോളിസി നമ്പർ നമ്മൾ ഇവിടെ ഇത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് സെർച്ച് പോളിസിയിൽ വന്നിട്ട് പോളിസി നമ്പറിൻ്റെ അവിടെ കൊടുത്തിട്ട് ഇത് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ആ പോളിസി ഇവിടെ ആയി. എന്നിട്ട് നമുക്കിവിടെ ഡൗൺലോഡ് പോളിസി ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പോളിസി ജനറേറ്റ് ചെയ്ത് എടുത്ത പോളിസി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മുടെ ആ പോളിസി വന്നു. ഈ പോളിസി വന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ഈ പോളിസി അയച്ചു കൊടുക്കുക കസ്റ്റമറിന്? ഇത് നേരെ സേവ് ചെയ്തിട്ട് വാട്സാപ്പിനകത്ത് എടുത്ത് ഫോണിനകത്ത് എടുത്തിട്ട് അയച്ചു കൊടുക്കുകയല്ലേ. ഒന്നിനും പോകണ്ട, നിങ്ങളുടെ ഈ പോളിസി ഇതിനകത്ത് തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പിൽ തന്നെ ഇതിനകത്ത് വാട്സാപ്പ് എടുത്തു കഴിഞ്ഞാൽ വാട്സാപ്പ് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത് അവർക്ക് ഇത് അയച്ചു കൊടുക്കാം. അതെങ്ങനെ അയച്ചു കൊടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ പോളിസി ഞാൻ അയച്ചു കൊടുത്താണ്. അപ്പം എനിക്ക് തന്നെ അയക്കാൻ പോവാം. ഇവിടെ ഈ പ്ലസ് ഡോക്യുമെൻ്റ്, ഈ പ്ലസിനകത്ത് ഡോക്യുമെൻ്റ് എടുക്കുക, ഡൗൺലോഡ്സ് എടുക്കുക, $26-10-761 ആ പോളിസി ഇവിടെ വന്നിട്ടുണ്ട്. അതിവിടെ എടുക്കുക, അയച്ചു കൊടുക്കുക. ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത അന്നേരം തന്നെ നിങ്ങൾക്ക് കസ്റ്റമറിന് ഈ പോളിസി അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇത്രയാണ് നമുക്ക് ആമുഖമായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഇതിനകത്ത് വേറെ ഒരു മെസ്സേജ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ട്രാൻസാക്ഷൻ ഫെയിൽഡ്. ഇതിനകത്ത് വന്നിരിക്കുന്നത് 83,108 രൂപയാണ്. അത് ഫെയിലായിട്ടുള്ള ഒരു ബിൽഡേഴ്സ് കാരണങ്ങൾ കൊണ്ട് ഫെയിലാകാം. ചിലപ്പോൾ കാർഡ് കൊടുത്താൽ ചിലപ്പോൾ ഫെയിലാവും. ഇത് ഈ കാർഡ് കൊടുത്തോണ്ട് ഫെയിലായതാണ്. കാർഡ് ഡീറ്റെയിൽസ്, അത് OTP വരും. OTP കസ്റ്റമറുടെ OTP വിളിച്ച് ചോദിച്ചിട്ട് അങ്ങനെ വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഇത്. അങ്ങനെ വരുമ്പോൾ നിശ്ചയമായും ഫെയിലർ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. UPI ട്രാൻസാക്ഷൻ ആണെങ്കിൽ, നമ്മൾ ഗൂഗിൾ പേ വഴിയുള്ളതാണെങ്കിൽ ഒരു കാരണവശാലും അത് ഫെയിലാകത്തില്ല. അത് നമുക്ക് ശരിയായ രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ ഉള്ളത് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നാലും ഇതിനകത്ത് മൈ ട്രാൻസാക്ഷനകത്ത് പോയി നമുക്കത് സെർച്ച് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. പോളിസി ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഫോം നമ്പർ 60 ഞാൻ അപ്ലോഡ് ചെയ്തില്ലേ, ഇതാണ് ഫോം നമ്പർ 60. നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് എടുക്കാവുന്ന കാര്യമാണ് ഇത്.
പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഫോട്ടോസ് വാഹനത്തിൻ്റെ ഫോട്ടോ എടുക്കാറുണ്ടല്ലോ. വാഹനത്തിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാവരും ചെയ്തൊരു പ്രശ്നം ഓഫീസിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. നമ്മൾ ഫോട്ടോ എടുക്കും, ഡേറ്റും സമയമുള്ള ഫോട്ടോ എടുക്കും, അത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഓഫീസിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അവിടെ എന്താ ചെയ്യുക? ഓഫീസിൽ ഇരിക്കുന്നവരെ ഇത് ഓരോ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് അവരുടെ സമയം പോകും, നമ്മൾ ചെയ്തതിൻ്റെ പ്രയോജനം ഇല്ലാതാവുകയും ചെയ്യും. നമുക്കൊന്നുകൂടെ നമ്മുടെ ഭാഗം ലഘൂകരിക്കാനും ഓഫീസിൽ ഇരിക്കുന്നവരെ നമ്മൾ സഹായിക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഓഫീസിലാകെ 2-3 പേരെ കാണത്തുള്ളൂ, ചിലപ്പോൾ ഒരാളെ കാണത്തുള്ളൂ. ഒരാളെ കൊണ്ട് എത്ര നേരം വരെ നമുക്ക് ഇത്രയും പേരുടെ 100 ഏജൻസ് ഉണ്ടെങ്കിൽ എത്ര നേരം കൊണ്ട് ഒരാൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും? അത് നമുക്കറിയാവുന്ന കാര്യമാണ്, അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യാറുള്ള ഒരു മെത്തേഡ് ഞാൻ പറയാം. പ്ലേ സ്റ്റോറിനകത്ത് നമ്മൾ 1-2 ആപ്പുണ്ട്. ഫോട്ടോ ആപ്പ് എടുക്കുന്ന പോലെ തന്നെ PDF ഫയലായിട്ട് നമുക്കിത് സേവ് ചെയ്യാൻ സാധിക്കും. ഫോട്ടോസ് അത് PDF ഫയൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അഡോബ് ആക്രോബാറ്റ് റീഡറിനകത്ത് PDF ഫയലുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാറുള്ള ഒരു ആപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനകത്ത് ഐഫോണിനകത്ത് M365 എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പിനകത്ത് നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് PDF ജനറേഷൻ ആപ്പ് ഇതിനകത്ത് നമ്മുടെ അഡോബ് റീഡറിനകത്തുണ്ട്, അഡോബ് ആക്രോബാറ്റിലുണ്ട്. ഐ ലവ് PDF എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, അല്ല PDF 24 ടൂൾസ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ഈ 3 ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്താൽ അതിനകത്ത് ഫോട്ടോ എടുത്ത് PDF ആക്കി നമുക്ക് ഒറ്റ ഫയലായിട്ട് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഒറ്റ ഫയലായിട്ട് എങ്ങനെ അയച്ചു കൊടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഇതിനകത്ത് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കമ്പൈൻഡ് ഫോട്ടോ എല്ലാം കൂടെ ഒറ്റ ഫയലായിട്ട് അയക്കാൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഫോട്ടോ അയച്ചു കൊടുത്താൽ എന്ത് എളുപ്പമുണ്ടെന്നറിയോ? ഭയങ്കര എളുപ്പമാണ്. 1 മിനിറ്റ് മതി അവർക്ക് ഇത് അപ്ലോഡ് ചെയ്ത് ഇത് നേരെ അങ്ങോട്ട് എടുക്കാൻ. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് ഈ ഇൻലിയാസ് ചെയ്യുമ്പോൾ തന്നെ, പോർട്ടലിൽ ചെയ്യുമ്പോൾ തന്നെ സ്ക്രീനിൽ ഡെസ്ക്ടോപ്പിൽ സപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് അപ്ലോഡ് ഡോക്യുമെന്റ്സ് പറഞ്ഞൊരു സാധനം ഇതുണ്ട്. ഇതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ ഇസെമിനകത്ത്, അതായത് ഓഫീസിലെ ഇൻലിയാസിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ട ചില ഭാഗങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അതായത് പോളിസി ഡോക്യുമെന്റ്സ് ആണെങ്കിൽ പ്രൊപ്പോസൽ ഡോക്യുമെന്റ്സ്, ഇവിടെ നമ്മൾ ഈ പ്രൊപ്പോസൽ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ R നമ്പർ ഉണ്ടല്ലോ, PRTL അവസാനം വരെയുള്ള പ്രൊപ്പോസൽ നമ്പർ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ വെരിഫൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ വേറൊരു സ്ക്രീൻ വരും. അവിടെ എന്താണെന്ന് വെച്ചാൽ അത് എന്ത് സാധനമാണെന്ന് ചോദിക്കുന്നുണ്ട്. അതിനകത്ത് വെഹിക്കിൾ ഫോട്ടോസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. വെഹിക്കിൾ RC ബുക്കിൻ്റെ ഫോട്ടോ ഉണ്ട്, പോളിസി ഡോക്യുമെൻ്റ് ഉണ്ട്, പ്രൊപ്പോസൽ ഇതുണ്ട്, RC ബുക്കിൻ്റെ ഉണ്ട്. ഇതെല്ലാം ഓപ്ഷൻ ഇതിനകത്തുണ്ട്. നമ്മൾ ഏതൊക്കെ ചെയ്യാൻ സാധിക്കുമോ, നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ സാധിക്കുമോ അതിനകത്ത് നമുക്ക് ചെയ്ത് വിടുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓഫീസിൽ അവിടെ ഇരിക്കുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട്, നമുക്കും അതൊരു സൗകര്യമായിരിക്കും. കാര്യം നാളെ ഒരു സംഭവം ഉണ്ടായാൽ നമുക്ക് പറയാൻ സാധിക്കും, ധൈര്യമായിട്ട് പറയാം ഞാനിത് അപ്ലോഡ് ചെയ്തതാണെന്ന്. ചിലപ്പോൾ ഓഫീസിൽ ഇരിക്കുന്നവർ വിട്ടുപോകാം, ആർക്കാണെങ്കിലും സംഭവിക്കുന്നത്, നമ്മളും വിട്ടുപോകാം, നമുക്കും ഇത് ചിലപ്പോൾ സംഭവിക്കാതിരിക്കും. നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മളിത് ഇന്നലെ തന്നെ അത് വെരിഫൈ ചെയ്തിട്ട് പ്രൊപ്പോസൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ മാഡത്തിന് അവിടെ ഓഫീസിൽ വെരിഫൈ ചെയ്യാൻ സാധിക്കും. ഇൻസ്പെക്ഷൻ ഫോട്ടോ ശരിയായിട്ടാണോ എന്നിട്ട് അപ്രൂവൽ ചെയ്യാൻ സാധിക്കും. അന്നേരം അപ്രൂവൽ ചെയ്ത് നിങ്ങൾക്ക് അവിടെ പോളിസി ജനറേറ്റ് ചെയ്തെടുക്കാം. ആ പോളിസി ജനറേറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഞാൻ അടുത്തതിനകത്ത് പറഞ്ഞുതരാം. ഡാഷ്ബോർഡ് എടുക്കുക, മാഡം ഓഫീസിൽ പ്രൊപ്പോസൽ അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്ക് പേയിൽ നമുക്ക് എടുക്കുക, പ്രൊപ്പോസൽ നമ്പർ അടിക്കുക, ഇത് എടുത്തു കഴിയുമ്പോൾ കാൽക്കുലേറ്റ് പ്രീമിയം വരും. കാൽക്കുലേറ്റ് പ്രീമിയം വരുമ്പോൾ ബിൽ ഡെസ്ക് വരും. ബിൽ ഡെസ്ക് വഴി നമുക്ക് പോളിസി ജനറേറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ ഐ തിങ്ക് ഐ ഹാവ് കവേർഡ് സോ മച്ച്. ലക്ഷ്മി മാഡം ഉണ്ടോ? ആ, പിന്നെ സി ഡി ഓപ്പറേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ? സി ഡി വഴി? ആ ആ ഒരു കാര്യം, മാഡം മാഡം ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഇതിനകത്ത് പറയാവേ. ഞാനിപ്പോൾ രണ്ട് പ്രൊപ്പോസൽ അണ്ടർറൈറ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ ഇതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്കമിങ് റിന്യൂവൽസ് എന്നുള്ള സാധനങ്ങളുണ്ട്, ഓപ്ഷൻ ഉണ്ട്. അത് എടുക്കാറുണ്ടോ ആരെങ്കിലും? ഉണ്ടോ? ചെയ്യാറെങ്കിൽ അപ്പൊ അപ്കമിങ് റിന്യൂവൽസിന് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസ് കോഡ് അടിച്ചു കൊടുക്കുക. ഇവിടെ സെർച്ച് കൊടുത്തു കഴിയുമ്പോൾ ഒരു മാസം, ഇന്ന് മുതൽ 1 മാസം വരെ 1 മാസത്തെ റിന്യൂവൽ നമുക്ക് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് വിത്ത് എക്സലിനകത്ത് എടുക്കാം. അങ്ങനെ എക്സലിൽ ഡൗൺലോഡ് ചെയ്ത ഒരു റിന്യൂവലാണ് ഞാൻ സേവ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ടോ? ഞാനിത് പോർട്ടലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വിത്ത് ഫോൺ നമ്പർ, എക്സ്പയറി ഡേറ്റ്, പോളിസി നമ്പർ ആൻഡ് ലാസ്റ്റ് ഇയർ പ്രീമിയം, ഇത്രയും വിത്തൗട്ട് ടാക്സ്, അത്രയും സാധനങ്ങൾ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഒരു പേപ്പർ പ്രിന്റ് എടുത്തിട്ടുണ്ട്. ഈ പ്രിന്റ് നമ്മൾ എല്ലാ ദിവസവും ഡെയിലി നമ്മൾ ഇത് നോക്കും. ഏതൊക്കെ പോളിസി വന്നിട്ടുണ്ട്, ഏതൊക്കെ പോളിസി വരാനുണ്ട്, നമുക്ക് എളുപ്പം നമുക്ക് നോക്കിയെടുക്കാൻ സാധിക്കും. ഈ ഒരു കാര്യം നമ്മൾ റിന്യൂവലിനകത്തുനിന്ന്, അപ്കമിങ് റിന്യൂവൽസിനകത്തുനിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രീമിയം കാൽക്കുലേറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതറിയാം ആർക്കെങ്കിലും? അറിയത്തില്ല എന്ന് എനിക്കറിയാം. അത് അറിയാവുന്നവർക്ക്, അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിത് പറയുകയാണ്. പ്രീമിയം കാൽക്കുലേറ്റർ ഫുൾ നെയിം, ഇപ്പം ഞാൻ എൻ്റെ പേര് തന്നെ അടിക്കുക, ഹരിദാസ്. മൊബൈൽ നമ്പർ 9447039941. ഇമെയിൽ ഐ ഡി, സബ്മിറ്റ്. മോട്ടോർ പോളിസി, 4 വീലർ പോളിസി. രജിസ്ട്രേഷൻ നമ്പർ ഇല്ല എന്നുള്ള ഒരു കാറ്റഗറിയിലെ RTO ലൊക്കേഷൻ KL01 തിരുവനന്തപുരം. ഫ്യൂൽ ടൈപ്പ് ഡീസൽ. വെഹിക്കിൾ ബ്രാൻഡ് മഹീന്ദ്ര. ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ 8/2/2026. Seating capacity 7. Engine capacity 2194. Type of policy bundled. IDV 1985-230. CPA കവർ വേണമെന്ന് ചോദിക്കും. നോ കൊടുക്കുക, അല്ലെ AS കൊടുക്കുക. അണ്ടർറൈറ്റിംഗ് ഡിസ്കൗണ്ട് 90. കണ്ടിന്യൂ കൊടുക്കുക. ശരി, ഒരു മിനിറ്റ്.
എന്താ അത് വരാത്ത? മാരുതി തന്നെ കൊടുക്കാം അല്ലേ? ടൈപ്പ് ഓഫ് പോളിസി ബണ്ടിൽഡ് സ്റ്റാൻഡേർഡ് ഓൺ പോളിസിയാണോ വന്നേ? ആ, IDV എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. CPI something went wrong. SI ഇടാണെ ഒന്നും കൊടുക്കണ്ടല്ലോ. സംതിങ് വെന്റ് റോങ് ആ പറയുന്നത്. എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. ഇത് നമുക്ക് മാഡം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി ഇത് എങ്ങനെയാണെന്നുള്ളത്. അത് PDF ആയിട്ട് നമുക്ക് എടുത്തു കൊടുക്കാൻ സാധിക്കും. എൻ്റെ തന്നെ റിന്യൂവലോ? ആ, അല്ല അതർ ബാങ്ക്. ഓ, നമ്മുടെ തന്നെ റിന്യൂവൽ അല്ലേ? ഓൺ റിന്യൂവൽ. നമ്മള് അതർ ബ്രാഞ്ചിന്റെ റിന്യൂവൽ ഞാൻ കാണിച്ചു പറഞ്ഞായിരുന്നു. മാഡം കാണിച്ചില്ലേ ചെയ്യുന്ന? നമ്മുടെ റിന്യൂവൽ ആണ്. ജസ്റ്റ് ക്ലിക്ക് ഓൺ ക്വിക്ക് റിന്യൂവൽ, എന്റർ ദി പോളിസി നമ്പർ. നമ്മുടെ ഒരു പേര് ഇതിനകത്ത് നമ്മുടെ റിന്യൂവൽ ആണ് ഏറ്റവും എളുപ്പം എന്നാണ്. ഇതിനകത്ത് കാൽക്കുലേറ്റ് പ്രീമിയം കൊടുക്കുക, ഡിസ്കൗണ്ട് നമ്മൾ എത്ര കൊടുത്താലും എലിജിബിൾ ഡിസ്കൗണ്ടേ നമുക്ക് ഈ പോളിസിയെ വരത്തുള്ളൂ. 90 കൊടുത്താലും 80 കൊടുത്താലും അതിനകത്ത് എത്രയാണ് അത് നമുക്ക് നോക്കാം. ഡൗൺലോഡ് പ്രീമിയം കമ്പ്യൂട്ടേഷൻ ഷീറ്റ്. അപ്പോൾ പ്രീമിയം ഇതിനകത്ത് വന്നിട്ടുണ്ട് അല്ലേ? എത്രയായിരുന്നു കാണുന്നില്ലെന്ന് തോന്നുന്നല്ലേ? 3619. ഇതിനകത്ത് പ്രീമിയം കമ്പ്യൂട്ടേഷൻ ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 70 ഡിസ്കൗണ്ടേ നമുക്ക് ഇത് പറ്റത്തുള്ളൂ. നമ്മൾ 90 കൊടുത്താലും 70 നമ്മുടെ സ്ക്രീൻ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരത്തുള്ളൂ. കാരണം ഈ വണ്ടിയുടെ പഴക്കം അനുസരിച്ച് 70 ഡിസ്കൗണ്ടേ നമുക്ക് എലിജിബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇത് നമുക്ക് പ്രീമിയം കമ്പ്യൂട്ടേഷൻ ഷീറ്റ് നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കും. അതെ, ഇനിയിപ്പോൾ കൺഫേം ആൻഡ് ബൈ കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഈ പോളിസി ഞാൻ എടുത്ത് കാണിക്കാൻ പോവാണ് എങ്ങനെയാണ് അത് ബൈ ചെയ്യുന്നതെന്നുള്ളത്. കാരണം എനിക്ക് നാളെ എടുക്കേണ്ട പോളിസിയാണ്. അപ്പോൾ ഇതിനകത്ത് ബിൽ ഡെസ്കിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക, പേ നൗ കൊടുക്കുക. ഞാൻ ഏറ്റവും യൂഷ്വലായിട്ട് ഡീൽ ചെയ്യുന്നത് UPI ആണ്. അതിൽ QR കോഡ് ഞാൻ സ്കാൻ ചെയ്യും. നമ്മുടെ മൊബൈലിലുള്ള ഗൂഗിൾ പേയിലെ അല്ലെങ്കിൽ ഇതിനകത്തുള്ള UPI ഉള്ള കൊടുത്തു കഴിയുമ്പോൾ 3619 രൂപ
എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയി കഴിഞ്ഞു. അതിൻ്റെ സൗണ്ട് ഇവിടെ എനിക്ക് കേട്ടു. ഞാൻ ആ പോളിസി ഡൗൺലോഡ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാണ്. കണ്ടില്ല, ഇതിനകത്ത് കസ്റ്റമർ ഡൗൺലോഡ് പോളിസി ഉണ്ട്, ഡൗൺലോഡ് റെസിപ്റ്റും ഉണ്ട്. അപ്പോൾ ഈ പോളിസി ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുക. ആണ് എനിക്ക് അത് വന്നു കഴിഞ്ഞു. പോളിസി കസ്റ്റമറിന് അയച്ചു കൊടുത്തു. ഇത് പെട്ടെന്നാണ് നമുക്ക് ആ പോളിസി ഒരെണ്ണം ചെയ്തിട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിച്ചത്. നമ്മുടെ റിന്യൂവലാണ്, ഓറിയന്റലിന് ഞാൻ ചെയ്തിരുന്ന റിന്യൂവലാണ് ഇപ്പം ഞാനിത് അയച്ചു കൊടുത്തത്. ഈ രീതിയിൽ നമുക്ക് തേർഡ് പാർട്ടി പ്രീമിയത്തിന് ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഒന്നുമില്ല, നത്തിങ്. നേരെ ബിൽ ഡെസ്കിലോട്ട് പോവുക. ഒന്നും നമ്മൾ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒന്നും കൊടുക്കണ്ട. ഡിസ്കൗണ്ട് ചോദിക്കുന്നുണ്ട്, 0 കൊടുക്കണം. ഒന്നും എടുത്താലും അതിനകത്ത് ആ പ്രീമിയം തന്നെ വരത്തുള്ളൂ. 1268 തന്നെ പ്രീമിയം വരുള്ളൂ. ഇനിയിപ്പോൾ ചെയ്ത ഇത്രയും പേര് ഇതിനകത്തുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാഡം ചോദിച്ചോളുക. എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ പ്രീമിയം കാൽക്കുലേറ്റർ മാഡം അയച്ചു കൊടുക്കുന്നുണ്ടായിരിക്കുമല്ലോ എല്ലാവർക്കും. നമ്മുടെ പ്രീമിയം കാൽക്കുലേറ്റർ രാജേഷ് സാറിന്റെ കാൽക്കുലേറ്റർ ഇല്ലേ? ആ ആ കാൽക്കുലേറ്റർ ഇതിലില്ല. എന്നാന്നറിയോ? അത് എൻ്റെ പുതിയ കാൽക്കുലേറ്ററാ. ഓഫീസിൽ ഇരിക്കുന്ന കാൽക്കുലേറ്റർ ഇതല്ല. അത് ഞാൻ എടുത്തു തരാം. ഞാനിപ്പോൾ നോക്കട്ടെ, എൻ്റെ മെയിലുണ്ട്. ഞാൻ എടുക്കാം. മെയിലുണ്ട്, എടുക്കാം. പറഞ്ഞോളൂ. മാഡം,
മാഡം ഒരു കാര്യം മാഡം ഒരു കാര്യമേ അത് ഞാൻ ക്ലാസ്സിനകത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രൊപ്പോസല് പ്രീവിയസ് പോളിസി RC ബുക്ക് ഉണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾ അപ്ലോഡ് ഡോക്യുമെന്റ്സിനകത്ത് അത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓഫീസിൽ അത് ഏത് SPCയിലുള്ളവർക്കാണേലും അല്ലാത്തവർക്കാണേലും അത് വെരിഫൈ അവർക്ക് നോക്കിയെടുക്കാൻ സാധിക്കും. ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പുതിയ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് എനിക്ക് ഒരുപാട് കിട്ടാറുണ്ട്. പുതിയ വണ്ടിയുടെ 2 വീലർ, മെയിൻലി 2 വീലർ, എൻ്റെ അടുത്തുള്ള ഒരു 2 വീലർ ഉള്ളതുകൊണ്ട് എനിക്ക് കൊണ്ട് തരാറുണ്ട്. അന്നേരം പോളിസി കൊടുക്കുക. ശനിയാഴ്ചയാണ് ഞാൻ